അധികം ആ ഉണ്ണിയുടെ കാണാൻ പറ്റുമല്ലോ. ഉണ്ണിയുടെ രൂപമൊക്കെ കണ്ട് രാമന്റെയും കൃഷ്ണന്റെയും രൂപമൊക്കെ വർണ്ണിച്ച് കേട്ട് മനസ്സിൽ ആ ഒരു ഭാവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അവരെ കാണാൻ പറ്റും എന്നൊരു അത്ഭുതം. അവര് ആ ചിന്ത അതോടുകൂടി ഉറക്കം വരുന്നില്ല. വെളിച്ചാവണേന്നായി വെളിച്ചാവണേല് പോരാൻ പറ്റുള്ളൂ. സൂര്യൻ അഹസ് പറഞ്ഞിട്ടെങ്കിലും ആ യാത്ര തുടങ്ങാൻ അഹസ് തുറന്ന് അത്യാവശ്യം സന്ധ്യാവനമൊക്കെ ചെയ്തിട്ട് വേണം ചിട്ടയോടുകൂടി പോകണം. അത് അദ്ദേഹം ഒന്നാണ് കഴിഞ്ഞു. കുഷിത്വ അങ്ങനെയാണോ പദവി ചോദിച്ചാൽ ഇവിടെ കുഷിത്വ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാണ്, ഉറങ്ങിയെന്നല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൂട്ടി വെച്ചാവുന്നത്. പിന്നെയാണ് പിറ്റേന്നും പ്രഭാതത്തിൽ യാത്ര ആവണം. തേരിലാണ് അദ്ദേഹത്തിൻ്റെ യാത്ര എങ്കിലും വളരെ പതുക്കെ സഞ്ചരിക്കാറുള്ളത്. കാരണം കുതിരകളും അദ്ദേഹം നിയന്ത്രിക്കുന്നില്ല. എങ്ങനെ കൊണ്ട് ഇദ്ദേഹത്തിനെ നിയന്ത്രിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മനോരഥങ്ങളാണ്. ഞാനിത് അവിടെ ചെന്നാൽ കുട്ടികൾ എന്നെ തിരിച്ചറിയോ. അഥവാ ഇനി അരിബുദ്ധിം അച്യുതഃ അരിബുദ്ധിം അച്യുതഃ എന്നിൽ കൃഷ്ണൻ അച്യുതൻ എന്നിലൊരു ശത്രുഭാവമാണോ? എന്താ പറയുക, കംസന്റെ വരണേ. അപ്പൊ ഒരു ശത്രുഭാവം ആ കുട്ടികൾക്ക് എന്നോട് തോന്നും. ഞാൻ ആയിക്കോട്ടെ, ഞാൻ കണ്ടിട്ട് പോന്നോളാം, അല്ലാതെ കാണാതിരിക്കാൻ പറ്റില്ല. ഇല്ല, അവർക്ക് എന്നെ അറിയണ്ടാവായിരിക്കും. ആശ്വസിക്കണോ അക്രൂര് ഉള്ളിൻ്റെ ഉള്ളില് കുട്ടികൾക്ക് എന്നോട് സ്നേഹം തന്നെ തോന്നുള്ളൂ എന്നൊക്കെ ആശ്വസിക്കണം. അപ്പോഴാണ് കംസോപത അദ്യം മേ അകൃത അത്യനുഗ്രഹം. കംസൻ എന്ന് നമസ്കരിച്ചു മനസ്സോട് പൊക്കോളാൻ പറഞ്ഞല്ലോ. ഇപ്പൊ കംസൻ എന്താ എന്നോട് ഭഗവാന്റെ അടുത്തേക്ക് പൊക്കോളാൻ പറഞ്ഞല്ലോ. അതെന്നൊരു നല്ല കാര്യം. അപ്പൊ ഭഗവാന്റെ ദർശനത്തിന് ആരാണോ പ്രേരിപ്പിക്കുന്നത് ആ ആള് ചെയ്യണമെന്ന് നല്ല കാര്യമാണ്. ആളെ ഒരു ഗുരുനാഥൻ എന്ന രീതിയിൽ നമസ്കരിക്കുന്നതുകൊണ്ട് തെറ്റില്ലാതെ കാണിക്കുന്ന ജരാസന്ധന്റെ തടവിൽ കിടക്കുന്ന രാജാക്കന്മാർ ജരാസന്ധനെ നമസ്കരിക്കുന്നത് കാണാമല്ലേ. ജരാസന്ധൻ കാരണമാണ് കൃഷ്ണദർശനമുണ്ടായത്. അപ്പോൾ നൈവന്നാഥ അന്വസൂയാമാകഥം അത് പറയുന്നത് ഞങ്ങൾക്ക് ജരാസന്ധനോടൊരു ദേഷ്യമില്ല എന്ന് തടവിൽ കിടക്കുന്ന രാജാക്കന്മാർ പറയുന്നു. കാരണം അതുകൊണ്ടാണ് അനുഗ്രഹോയദ്ഭവതാഹ. അതുകൊണ്ട് ദർശനം അങ്ങേ കാണാൻ സാധിച്ചു. അപ്പം ഇതുപോലെ അക്രൂര് വിചാരിച്ചു മനസ്സിൽ ആ കുട്ടികളെ കാണാൻ ഇപ്പോൾ കംസനാണോ പ്രേരിപ്പിച്ചത്. അങ്ങനെ ചിന്തിച്ച് എങ്ങനെയോ അക്രൂരില്ല. സന്ധ്യയായപ്പോഴേക്കും ഇതാ വൃന്ദാവനത്തിലെത്തി. അക്രൂര് എത്തനോടുകൂടി പിന്നെ അദ്ദേഹത്തിന് തിരിക്കുറച്ചില്ല. ആ തേരിൽ നിന്നാണ് വീണത്. ചാടി വീണ് കിടന്നു വിടാൻ തുടങ്ങി. അപ്പോ പ്രഭോഹ അമൂഹി അംഗിരജാംസി. എൻ്റെ പ്രഭുവായ കൃഷ്ണൻ രാമകൃഷ്ണന്മാര് അവരുടെ പാദസ്പർശം ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അവർ ചവിട്ടിയ മൺതരിയല്ലേ ഇത്. അഹോ പ്രഭോഹ അംഗിരജാംസി. അതിൽ കാണാൻ അജേഷ്ഠത, അതായത് താമസു അജേഷ്ഠത മുഴുവൻ അക്രൂര് കുട്ടികളെ കാണണം. അതിനു മുമ്പ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് ഇതാ ഉരുണ്ട് എവിടെ എത്തിയെന്നല്ലേ. എന്തൊക്കെ ഗൃഹത്തിന്റെ കുറച്ച് പേരെ എത്തിയിട്ടുണ്ടാവണമെന്ന് വിചാരിക്കാം. ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്. കണ്ടു. ആരാതെ ഏട്ടാ അവിടെ ഉരുണ്ടല്ലോ. അത്തിക്ക് വന്നു. അക്രൂരപ്പ എന്താ ഇവിടെ കണ്ടു ഉരുളണത്? എണീക്കോ. കുട്ടികളാണ് എഴുന്നേൽപ്പിച്ചു. എഴുന്നേൽക്കൂ. കുട്ടികളാണ്. ആ ശങ്ക മുഴുവനാണ് തീർന്നു. കുട്ടികൾ തന്നെ തിരിച്ചറിയോ വിചാരിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. അദ്ദേഹം കുട്ടികളെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ കുട്ടികൾ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. പക്ഷെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ കണ്ടിട്ടില്ല. ആ കാണാത്ത ആളെ തന്നോട് ശത്രുബുദ്ധി ഉണ്ടാവുമെന്ന് വിചാരിച്ച് സംശയിച്ച ആളെ ഇപ്പതാ ആ കുട്ടികൾ എഴുന്നേൽക്കുമ്പോൾ തിരയിച്ചാന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ചാൽ നിർത്തിയിരിക്കുന്നു. അത്ഭുതം തോന്നി അദ്ദേഹത്തിന്. അദ്ദേഹം അത്ഭുതം തോന്നി. ഇതാ ഗോപുരം അടുത്തേക്ക് കൊണ്ടുപോയി അക്രൂരെ തിരുത്തി തോണ ഒഴിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം അവിടെ പറയരുത് രാമകൃഷ്ണന്മാർ പറഞ്ഞു. എന്താ അനുര്യാഗമുണ്ടെന്നും അവിടെ കൃഷ്ണനെ അപായപ്പെടുത്താനായിട്ടുള്ള ചില നീക്കങ്ങളുണ്ടെന്നും ഒക്കെ പ്ലാൻ എന്താണെന്ന് കംസൻ അക്രൂരോട് പറഞ്ഞിട്ടുണ്ടല്ലോ. നല്ല യുദ്ധമുണ്ട്, ആനയുണ്ട്, അതിൻ്റെ എന്ത് വേണമെങ്കിലുണ്ട്. അപ്പോൾ അതൊക്കെ അക്രൂരോട് പറഞ്ഞുകൊണ്ടാണ് നടന്നത്. അതും പറഞ്ഞതും പറയാൻ പാടുള്ളൂ. എന്താ യുദ്ധം ഉണ്ട്, ആനയുണ്ടെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഞങ്ങളെ വീട്ടിൽ പറഞ്ഞു അടുത്ത് പറഞ്ഞോളൂ. എന്താ യാഗം. അപ്പം എന്താ യാഗത്തിൻ്റെ കാര്യം കൂടെ പറഞ്ഞു. ആ യാഗത്തിൻ്റെ കാര്യം പറഞ്ഞതോടുകൂടി നന്ദഗോപര് ആ രാത്രി തന്നെ എല്ലാ വീടുകളിലും ഈ വിവരം അറിയിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തു.
എല്ലാവരും യാഗത്തിന് നമ്മൾ പുറപ്പെട്ടു. അക്രൂരരും ബന്ധുപരമായിട്ട് യാതൊരു വർത്തമാനമൊക്കെ വന്നിരിക്കുന്നു. എല്ലാ വീടുകളിലും ഇതാ ദാസ്യാമശ്വോ മധുപുരിം ദാസ്യാമോ നിർവതേർരസാൻ രക്ഷ്യാമ സുമഹൽ പർവായാന്തി. ഇതാ നമ്മൾ നാളെ പോഴും ഇതാണ് പ്രഖ്യാപനം. എല്ലാ ഗോപന്മാരും പുറപ്പെട്ടു. അക്രൂരരുടെ കൂടെ രാമകൃഷ്ണന്മാർ, ഗോപന്മാർ വേറെ. രാമകൃഷ്ണന്മാരിതാ പോകുന്നു എന്നറിഞ്ഞ ഗോപികമാര് രാസമണ്ഡപത്തിൽ സംഘടിച്ച് അവിടെ എല്ലാവരും കൂടിച്ചേർന്ന് കൃഷ്ണൻ പോകാൻ കേട്ടു. കൃഷ്ണൻ നമ്മളോട് യാത്ര വരാൻ വരുന്നു വിചാരിക്കാം എന്ന് പറഞ്ഞ് കാത്തിരുന്നു. അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ആയാസി ഒരു ദൂതൻ വന്ന് പറഞ്ഞു കൃഷ്ണൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിരാശയായി. നിരാശയോടെ അവരുടെ ഒരു പാട്ട് അവിടെ കാണാം. ഭഗവാൻ അവരെയൊന്നും കാണാതെ അക്രൂരരോടുകൂടെ ഇതാ തേരിൽ കയറി പോവാണ് മധുരയിലേക്ക്. അതിനു മുമ്പ് തന്നെ എന്തെല്ലാമാണ് അവിടെ ചെന്നാൽ വേണ്ടതെന്ന് ഭഗവാനോട് നാരദൻ വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കംസന്റെ അടുത്ത് പോയി വന്ന് കംസനോട് പറഞ്ഞതിന് ശേഷം നാരദൻ ഇവിടെ ഭഗവാന്റെ അടുത്ത് വന്നിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. അയ്യോ ഭഗവാനെ, ഞങ്ങളിതാ പല കാര്യങ്ങളും കാണാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കണം. അവിടുന്ന് ഇങ്ങനെ മധുരയിൽ ചെല്ലണം, കംസവധം കാണണം, വിവാഹങ്ങൾ കാണണം, അവിടെ വിദ്യാഭ്യാസം കാണണം, ജനതകമനയിൽ അപഹരണ അങ്ങനെ കുറേ ലോകങ്ങളോടെ പറയണം എന്താണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ അത് നാരദൻ മുമ്പ് പറഞ്ഞു വെച്ചത് ഇപ്പോൾ ഭഗവാൻ മനസ്സിൽ കരുതിക്കൊണ്ട് മധുരയിലേക്ക് ചെല്ലുന്നു. മധുരയിൽ ഭഗവാന്റെ ദ്വാരകാപ്രവേശം. ആ സമയത്ത് ഓരോരുത്തരുടെ അവിടുത്തെയുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങൾ അത് ഭംഗിയുടെ അനുസരിച്ചിട്ട് ഗോപികമാർ എങ്ങനെയാണോ എല്ലാം ഉപേക്ഷിച്ച് രാസക്രീഡാരംഗത്തേക്ക് വന്നത് അതുപോലെയാണ് മധുരയിലുള്ള സ്ത്രീകളെല്ലാം വന്നത് എന്ന് അതേ അർത്ഥം വരുന്ന ശ്ലോകത്തിലൂടെ കാണുന്നു. അങ്ങനെ നടക്കുന്ന ഭഗവാൻ അക്രൂരരെ അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലേക്ക് പറഞ്ഞയച്ച് രാമകൃഷ്ണന്മാർ മധുരയിലൂടെ ഇതാ മധുരാവീതി തെരുവീതിയെ കാഴ്ചകളെല്ലാം കണ്ട് നടന്നിരിക്കുമ്പോൾ രജകനെ നിഗ്രഹിക്കണു. ഉജ്ജയെ അനുഗ്രഹിച്ചു, മാലാകാരനെ അനുഗ്രഹിച്ചു. പിന്നെ വില്ലടിക്കുന്നതായ ആ പ്രദേശത്ത് കയറി ചെന്ന് വില്ലെടുത്തു. അത് പ്രശ്നമായിട്ടാണ് ഇപ്പോൾ തിരിച്ചു. അവിടേക്ക് കയറാൻ ആർക്കും പറ്റില്ല കേട്ടോ. കംസൻ വളരെയധികം സെക്യൂരിറ്റിയൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. അതിന് കാരണം കംസന് ഈ വില്ല് കിട്ടിയിട്ടുള്ളത് പരശുരാമ മഹർഷിയുടെ അടുത്ത് നിന്നാണ്. ദിഗ്വിജയം ചെയ്ത് പരശുരാമ മഹർഷിയുടെ അടുത്ത് വരെ കംസൻ എത്തി. അപ്പോൾ പരശുരാമ മഹർഷിയുടെ നാമത്തിൽ നോക്കി അറിയാം. ആസ്തേദ്യാദി മഹേന്ദ്രാബ്ദ്രൗന്യസ്തദണ്ഡ പ്രശാന്തജീ മഹേന്ദ്രപർവ്വതത്തിൽ ആയുധത്തെ കാലമെടുത്ത് തടസ്സയാണ് പരശുരാമ മഹർഷിയുടെ അടുത്തേക്ക് ദിഗ്വിജയം ചെയ്ത് ദിഗ്വിജയം ചെയ്ത് കംസൻ അവിടെ എത്തി. എല്ലാവരെയും ജയിക്കുക. ദിഗ്വിജയം എന്ന് പറഞ്ഞാൽ എല്ലാ രാജാക്കന്മാരെയും ജയിക്കാമെന്നുള്ള അർത്ഥം. കംസന് അദ്ദേഹത്തിനെ ജയിക്കണമെന്നുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ അങ്ങനെ ജയിക്കാമെന്നാണ്, യുദ്ധം ചെയ്യാം. നീയോ എന്നോടോ? ഞാൻ ഇതൊക്കെ ഉപേക്ഷിച്ച് ചെയ്ത യുദ്ധമല്ല. പിന്നെ നിനക്ക് എന്നെ ജയിക്കണമെന്ന് മോഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോ, ഞാൻ യുദ്ധത്തിനൊന്നും വരില്ല. ഞാനിവിടെ വില്ല് വെച്ചിട്ട് എൻ്റെ വില്ല് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ കൂടെ. നിനക്ക് വേണമെങ്കിൽ അത് എടുത്തു കൊണ്ടുപോകാം. ആ വില്ല് നിനക്ക് എടുത്തു കൊണ്ടുപോകാൻ പറ്റിയാൽ നീ എന്നെ ജയിച്ചാൽ ഞാൻ സമ്മതിക്കാം. ഞാൻ യുദ്ധം ചെയ്യാം. ഞാൻ യുദ്ധം നിർത്തി അതൊന്നും യുദ്ധം ചെയ്യാം. ഞാൻ യുദ്ധത്തിന് ഉപയോഗിച്ച വില്ല് നീ എടുത്തുകൊണ്ട് നിനക്കിട്ട് പൊക്കാൻ പറ്റിയാൽ നീ എന്നെ ജയിച്ചത്. എവിടെ കംസന എന്നിട്ട് വില്ലിൻ്റെ അടുത്ത് പൊക്കാൻ നോക്കുമ്പോൾ വില്ലാണ്. കംസനോട് വിടുന്നതെല്ലാം വില്ലനക്കില്ല. എന്നാൽ കൊണ്ടുപോകാൻ പറഞ്ഞില്ലേ, കുറേ ആൾക്കാരെ വലിയ വണ്ടിയിൽ കയറ്റി കംസനത് കൊണ്ടുപോയി. അപ്പോൾ രാമനോട് പറഞ്ഞു, ഇത് നല്ലൊരു വില്ലാണ്, ഭംഗിയായിട്ട് അവിടെ പൂജിച്ചു വെച്ച എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും. ഒരു പ്രശ്നമുണ്ട്, ഇതിന് എന്തെങ്കിലും ഒരു ഭംഗം ഒരു ദിവസം വരികയാണെങ്കിൽ അന്ന് നിന്റെ അവസാനമാണ്, ഇതൊഴിഞ്ഞാൽ നിന്റെ അവസാനമാണ്. ഇത്രയും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുള്ളതാണ് വില്ല്. ആ വില്ലാണ് അവിടെ പൂജിച്ചു വെച്ചിട്ടുള്ളത്. ആ വില്ല് ഭഗവാനൊന്ന് പൊട്ടിച്ചു കഴിഞ്ഞിരിക്കണം. പിന്നെന്തുണ്ടാകും? കംസമപാഗമൽ കംസന്റെ റാസം, മനസ്സിലുള്ളത് ടെൻഷൻ അവിടെ കാണിക്കണം. കംസന്റെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ മരണലക്ഷണങ്ങളൊക്കെ കണ്ടു. കംസൻ മരണലക്ഷണങ്ങളൊക്കെ കാണും. എന്താ? അദർശനംസശിരസി പ്രതിരൂപേജ സത്യവി. തല കാണാനില്ല പ്രതിരൂപത്തിൽ. കണ്ണാടിയിൽ നോക്കുമ്പോൾ തല കാണാനില്ല. തല കാണാൻ ഇവിടെ ഉണ്ട്, അവിടെ ഇല്ല, ഇവിടെയില്ലേ? അദർശനംസശിരസി പ്രതിരൂപേജ സത്യവി. അതുപോലെ നടക്കുമ്പോൾ കാല് നിലത്ത് കൊണ്ടിരുന്നാ തോന്നാം. പുറത്തേക്ക് നോക്കിയാൽ സ്വർണ്ണപ്രതീര വൃക്ഷേഷു
സ്വർണ്ണമാണ് മരങ്ങളെന്നൊക്കെ തോന്നുക. ഇങ്ങനെ പലത് ഉറങ്ങാനായിട്ട് കിടന്ന ഉറക്കം വരില്ല. പകുതി ഉറക്കത്തിലൊരു സ്വപ്നം ആരൊക്കെയോ തന്നെ കൊണ്ടുപോയി കുളിപ്പിച്ച് മറ്റനാക്കി കുളിപ്പിച്ച് അരി തേച്ച് എണ്ണ തേച്ച് കഴിപ്പിച്ച് ചെമ്പരുത്തി മഴയും ഇട്ട് എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നു. ആയാൽ പുറത്ത് കയറിയിട്ട് കരയാനം നളനായി ഏക കയ്യാഭ്യക്തക വിഗംബരഹ അജ്ഞാനിക ഇത്തരത്തിലായി ഇത്തരത്തിലുള്ള പല ചിന്തകളും ലക്ഷണങ്ങളും കംസൻ ഈ വിരിയൊടിഞ്ഞതിൻ്റെ പിന്നാലെ കാണാൻ തുടങ്ങി. കംസന് എൻ്റെ അവസാനമാണ് നിദ്രാലേഖന ചിന്തയ ഉറക്കം വന്നില്ല. പ്രഭാതത്തിൽ നല്ല യുദ്ധത്തിലുള്ള അതൊക്കെ ചെയ്തിട്ടുണ്ട്. രംഗദ്വാരത്തിൽ ആനയെ നിർത്തിയിട്ടുണ്ട്. കോലയാപീഠം എന്നതിൻ്റെ പേര് 10,000 ആനകളുടെ വിലയുള്ള കോലയാപീഠം ആനയെ അവിടെ നിർത്തിയിട്ടുണ്ട്. രാമകൃഷ്ണന്മാർ അവിടേക്ക് വരുമ്പോൾ ആനയെ മാറ്റാൻ പറഞ്ഞു. ആനയെ മാറ്റാനല്ല അവിടെ നിർത്തിയേക്കണേന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു മാറ്റിയാണ് നല്ലത്, അല്ലെങ്കിൽ ആനയും ആനക്കാരനെയും ഇവിടുന്ന് മാത്രം ഈ ഗോപുരദ്വാരത്തിൽ നിന്ന് മാത്രം നോക്കണ്ട, ഈ ലോകത്തിൽ തന്നെ മാറ്റിക്കളയുന്നു. കുട്ടികളാണ് അവർ കണക്കാക്കിയില്ല. ആനയെ ഭഗവാന്റെ നേരെ ഇങ്ങനെ കുട്ടികളാക്കിയിട്ട് ആനയെ ഭഗവാന്റെ നേരെ വിട്ടു. അങ്ങനെ അവർ ആനയുമായിട്ടുള്ള കളികൾ അവിടെ രസമായിട്ട് പറയുന്നുണ്ട്. ആനയുടെ കൊണ്ടിട്ട് പോവുക, അടിയിൽ കൂടെ പോവുക. എന്തിന്? ഭഗവാൻ ആനയെ വധിച്ചു. 2 കൊമ്പുകൾ പറിച്ചെടുത്തു. 2 കൊമ്പുകൾ പറിച്ചെടുത്തോടുകൂടി ആ കൊമ്പിൻ്റെ അഗ്രത്തേത അല്പം മാംസഭാഗവും രക്തവും തൊട്ടടുത്തു. ഒന്ന് എട്ടിന് കൊടുത്തു, ഒന്ന് താൻ കയ്യിലെടുത്തു. 2 എന്നിട്ട് ഭഗവാൻ ആ കൊമ്പും കൊണ്ടാണ് ഏട്ടനൊരു കൊമ്പ്, അങ്ങനെയല്ലേ അനിയനൊരു കൊമ്പ്, ആ കൊമ്പ് കൈ പിടിക്കുന്നതിന് വരാം ഒരു ആയുധം എന്ന നിലയിൽ അംസന്യസ്തവിഷാണ ചുമലിൽ അതിനെ കൊമ്പ് വെച്ചു. അപ്പോൾ കൊമ്പിൻ്റെ മൂത്ത ഭാഗം പുറത്തേക്കും ആ തലഭാഗം മുന്നിലേക്കായിട്ട് അവിടെ പിടിച്ചത്. അങ്ങനെ പിടിച്ചാൽ ഇടവയിലുള്ള കൊമ്പ് പിടിച്ചു ഭാഗം ഏട്ടനതുപോലെ തന്നെ വലുത് കൈ ഉയർത്തി എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവരോടും ഇങ്ങനെ പറയില്ലേ, ഈ കൈ കൊമ്പ് ഈ കൈ ഇങ്ങനെ. അങ്ങനെയാണ് സഭയിലേക്ക് ഉണ്ണികൃഷ്ണന്റെ പ്രവേശം. എല്ലാതെ വേർത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നടന്നിട്ടുണ്ട്, ധാരാളം വേർത്തിട്ടുണ്ട്. വേർപ്പ് തുള്ളികൾ മാറി അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഗോളാകൃതിയായിട്ട് പറ്റിപ്പിടിച്ച് നിൽക്കുന്നത്. അങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന വിയർപ്പ് തുള്ളിയിലേക്ക് കഴുത്തിൽ വെച്ചിരിക്കുന്ന കൊമ്പിൻ്റെ അഗ്രത്തിൽ നിന്ന് രക്തത്തുള്ളി അല്പം വെളുപ്പായിട്ട് ഇറ്റിച്ചു വീഴുന്നു. ഇറ്റു വീഴുന്ന മാറി വീഴുന്ന രക്തവും അവിടെയുള്ള വിയർപ്പും കൂടി ചേർന്ന് നല്ല ഒരു രക്തമായിട്ട് അങ്ങനെ ശോഭിക്കുന്നു. അംസന്യസ്തവിഷാണോ അത്ഭുതമേ പറയണ്ടോ പരീക്ഷിച്ചേ. എൻ്റെ ഒരു ഭംഗിയായിരുന്നു അവരുടെ ആ രംഗപ്രവേശം. ഈ കുറച്ച് ഗോപന്മാരുണ്ട് കൂടെ. എന്താ ഭഗവാൻ രംഗപ്രവേശം ചെയ്തു. അതാണ് മല്ലാനാമശനി. മല്ലന്മാർ അവിടെയുള്ള ഓരോരുത്തർക്കും ഭഗവാനെ ഓരോ രീതിയിലാണ് കാണാൻ സാധിച്ചത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഉല്ലേഖയും ഉല്ലേഖം എന്നൊരു അലങ്കാരം, ഒന്നിനെ പലതായിട്ട് പലര് കാണുന്നത് ഉല്ലേഖം. അപ്പോൾ ഭഗവാൻ ഒരാൾ വന്നു, പക്ഷെ മല്ലാനാമശനി ഭഗവാനെ നേരെ കാണാനായിട്ട് അവിടെ കുറേ മല്ലന്മാരെ നിർത്തിയിട്ടുണ്ട്. കാണവരും നിത്യം അവര് കുട്ടികളല്ലേ വരുന്നത് ഒറ്റടി എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ഇവരാണ്ട് പ്രവേശിക്കുന്നു. ഇവരെ കണ്ടതോടുകൂടി കുട്ടികളാന്ന് പറഞ്ഞിട്ട് കാര്യം ഇവരൊക്കെ കണ്ടപ്പോൾ ഒരു ഞെട്ടലാണ്. മല്ലാനാമശനി മല്ലന്മാരുടെ ഉള്ളിൽ ഇടിമിന്നൽ പോലെ ഒരു ഞെട്ടൽ. അവിടെ കണ്ടിരിക്കുന്നു സാധാരണക്കാരൻ നരവരഹ. അവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് നരവരൻ ഇവരാണ് മനുഷ്യരിൽ വെച്ച ഏറ്റവും നല്ല ശ്രേഷ്ഠന്മാരായ മനുഷ്യര്. ഇവരാണ് നമ്മുടെ രാജാവായി തീരുന്നത്. സാധാരണ ജനങ്ങൾക്ക് വന്നു ശ്രീനാം സ്മരോമൂർത്തിമാൻ. സ്ത്രീകൾക്ക് ആ കാമദേവൻ സ്വരൂപമെടുത്തു വന്നിരിക്കണമെന്നാണ് തോന്നുന്നത്. കാമദേവൻ ശരീരമില്ല, കാമദേവൻ ശരീരത്തിൽ വന്നു. കാണാം സജനഹ. കൂടെയുള്ള ഗോപന്മാർക്ക് നമ്മൾ ഉണ്ണികൃഷ്ണൻ അത്രയുള്ളൂ. അസതാം ക്ഷിതിഭുജാം ശാസ്ത്ര. ദുഷ്ടന്മാരായ രാജാക്കന്മാര് ധാരാളം ഉണ്ടായിട്ടില്ലേ. കംസന്റെ ആ രംഗമണ്ഡപത്തിൽ പലരെ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടുള്ള കംസനെ യാഗത്തിന്. അങ്ങനെ ക്ഷണിച്ചു പെട്ട അനവധി ദുഷ്ടരാജാക്കന്മാര് അവർക്ക് ഈ ഭഗവാൻ അങ്ങനെ രംഗപ്രവേശം ചെയ്തപ്പോൾ ശാസ്താവായിട്ട് തോന്നി. ശാസ്താവ് എന്ന് പറഞ്ഞാൽ ശാസിക്കുന്നവൻ എന്നർത്ഥം. അയ്യോ ഞങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ ഒരാൾ വന്നുല്ലോ, ഞങ്ങളെ ശാസിക്കാൻ ഒരാൾ വന്നുല്ലോ എന്ന്. അസതാം ക്ഷിതിഭുജാം ശാസ്ത. ദേവകീമാര് അവർക്കോ
ശിശു നമ്മുടെ കുട്ടി വന്നു കേട്ടോ, ഇതാ നോക്കൂ വസുദേവരോട് ദേവകി, ഇതാ നമ്മുടെ ഉണ്ണികൾ വന്നേ. സവിത്രോ ശിശു കംസനിരിക്കണു. പെട്ടെന്ന് കംസനിതാ മരണം കഴിഞ്ഞു, ഞാൻ മരിച്ചു നിശ്ചയിച്ചു. കംസൻ എന്ന് പറഞ്ഞാൽ എന്റെ മരണം മുമ്പിൽ വന്നിരിക്കണു. വിരാട് അവിദുഷാം, അവിദുഷാം അത്യന്താരായവർക്ക് ഇദ്ദേഹം സാധാരണക്കാരനാണ് തോന്നി. വികലഹ രാജദേവി വിരാട്, ഇതൊരു സാധാരണ ഇടയച്ചേക്കെന്ന് ജ്ഞാനികളല്ലാത്തവർക്ക് തോന്നി. വൃഷ്ണീനാം പരദേവ, വൃഷ്ണികൾക്ക് സാധാരണ യാദവർക്ക് അവർക്ക് പരദേവതാണ്, നമ്മുടെ ദേവത. ഇത് വിവിധ, ഇങ്ങനെ പലർക്കും പല രീതിയിൽ അറിയപ്പെട്ട ഭഗവാൻ ഇതാ രംഗത്തിൽ പ്രവേശിച്ചു പരീക്ഷിച്ചേ എന്നിങ്ങനെ ശ്രീശ്വരൻ രംഗപ്രവേശത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ മല്ലയുദ്ധം, ജ്ഞാനപുരമുഷ്ടിയൻ ഒരു ആഹ്ലാദത്തിന്റെ നോക്കുന്ന മല്ലയുദ്ധം, ജ്ഞാനപുരമുഷ്ടിയന്മാരെ രാമകൃഷ്ണന്മാർ വധിക്കുന്നു. പിന്നെ കംസന്റെ ഞാൻ പഞ്ചത്തിലേക്ക് അങ്ങനെ കയറി ചെന്ന് കംസനെ അങ്ങോട്ട് ചാടിയിട്ട് തള്ളിയിട്ട് മലർന്നു വീഴക്കുന്ന കംസന്റെ മാറിടത്തിലേക്ക് ഭഗവാൻ വിശ്വാശ്രയ ആത്മതന്ത്ര, വിശ്വാശ്രയനായ ഭഗവാൻ. നോക്കൂ, വിശ്വാശ്രയൻ ഭഗവാന്റെ ഉള്ളിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ. ആ ഭഗവാൻ ഒരാളുടെ വാർത്തയ്ക്കാണ്ട് വന്ന് വീണാൽ ബാക്കിയുണ്ടാവുമോ? പക്ഷേ കംസന്റെ വാർത്തങ്ങനെ വന്നു ഭഗവാൻ നിന്നു. അത് കംസന്റെ ഭാഗ്യം. കംസനാണ് ഏറ്റവും വലിയൊരു ഭാഗ്യവാൻ, അതാണ് കാണുന്നത്. എന്നാ എന്നിട്ടോ അങ്ങനെ വീണ് ഭഗവാൻ ഇരുന്നുകൊണ്ട് അല്ലെ, മാറി കിടക്കുന്ന ഒരാളുടെ മാറിൽ ഇരുന്ന രണ്ട് കാലും രണ്ട് തോളിലൂടെ രണ്ട് ഭാഗ്യം ഇട്ടാൽ സുഖമായിട്ടും മുഖത്തേക്ക് കാണാം. കൈ രണ്ടും കംസന്റെ കഴുത്തിലേക്കാണ് നീട്ടി ഭഗവാൻ. കംസന്റെ മുഖത്തേക്ക് നല്ലോണം നമ്മൾ കംസൻ അവസാനം കണ്ടതാണ് ആയുധം. സാക്ഷാൽ ആദിനാരായണമൂർത്തിയെ നേരിട്ട് കണ്ടുകൊണ്ട് പരീക്ഷത്തെ ഇതാ കംസൻ തന്റെ പ്രാണൻ ഭഗവാൻഗതി ഏൽപ്പിച്ചു എന്ന് പറയുന്നത്. ഭഗവത്ഗതി തന്നെയാണ് കംസന് വന്നത്. അന്തേ നാരായണസ്തുതി നമ്മൾ പറയും, അവസാനം നാരായണനെ സ്മരിക്കാം. ഇതല്ല, അന്തേ നാരായണ ദർശനം എന്നർത്ഥം. കുട്ടിക്കാലത്ത് ഇവിടെ ചില രസികന്മാരൊന്നും പറയാറുണ്ട്, കുട്ടിക്കാലത്തന്നെ ഭഗവാൻ ഒരു കാര്യം പഠിച്ചത് ശീലിച്ചത് അത്ര. എന്താണ്, ഇനി കൗരവ പാണ്ഡവ യുദ്ധത്തില് ഇതുപോലെ കുറേ പേർക്ക് ദർശനം കൊടുത്ത് കൊടുക്കേണ്ടതുണ്ട്. നോക്കിയാൽ കാണാം അല്ലേ, ഭീഷ്മരൻ അനുസ്മരിക്കുന്നുണ്ട്. യമിഹ നിരീക്ഷ ഹതാഗതാസരൂപം. കൗരവപാണ്ഡവ യുദ്ധത്തില് അർജുനന്റെ അമ്പേറ്റ് മലർന്ന് വീണ് മരിക്കാൻ പോകുന്ന, അവരൊക്കെ കണ്ണു തുറന്നുകൊണ്ട് മരിക്കാനായിട്ട് മലർന്നു വീഴുമ്പോൾ അർജുന സാരഥിയായിട്ട് നയിക്കുന്ന ഭഗവാനെ കാണാം. അപ്പൊ ആ അർജുനസാരഥിയായ ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാനിൽ എത്തുന്നവര്. അപ്പൊ അങ്ങനെ കുറെ പേർക്ക് മുഖത്ത് നോക്കി മോക്ഷം കൊടുക്കണം. അതിന് കുട്ടിയാകുമ്പോ അത് നമുക്ക് പഠിക്കാമെന്ന് വിചാരിച്ചു കംസനിലൂടെ എന്നാണ് സജ്ജനങ്ങളെല്ലാം അനുസ്മരിക്കാറുണ്ട്. എന്താ കംസനെ മോക്ഷം കൊടുത്തതിന് ശേഷം ഉഗ്രസേനനെ മഹാരാജാവാക്കി ഭഗവാൻ. പിന്നെതാ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നു. അച്ഛനമ്മമാര് ആദ്യം ഒന്ന് ശങ്കിച്ചു നിന്നു. ഈശ്വരന്മാരെ ദേവകീ വസുദേവശ്ച വിജ്ഞാനജഗതീശ്വരവും, ഇവർ ഈശ്വരന്മാരാണ് എന്ന് വിചാരിച്ചതുകൊണ്ട് പ്രഥമം വന്ദനോ കാൽക്കൽ വീണ നമസ്തേ കേട്ടു. അവരെ ആലിംഗനം ചെയ്തില്ല പരീക്ഷത്തെ കുഞ്ഞോ. പിന്നെ മായാം തഥാണ ജനമോഹിനി, ഒരു മായ അങ്ങോട്ട് ലഭിച്ചു ഭഗവാൻ. അപ്പോൾ ദേവിക്ക് പുത്രനാണെന്ന ഭാവമുണ്ടായി. പിന്നെ ആ രീതിയിൽ സ്വീകരിച്ചു. അപ്പം അവിടെ അങ്ങോട്ടുള്ള പുത്രാർജിതമായ കർമ്മങ്ങൾ, അതാണ് വിദ്യാഭ്യാസം.